ഒന്നുമില്ലട്ടാ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. അയ്യോ സാർ, ഇവിടെ പാർക്കിംഗ് പെർമിഷൻ ഉള്ളത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ്. വിസിറ്റേഴ്സിന് എൻട്രി ഇല്ല. സാർ പുറത്തേക്കൊന്ന് പാർക്ക് ചെയ്യാമോ? താങ്ക് യു. ഇത് ഇവിടെ വെച്ചോട്ടെ. സാറ് നാട്ടിലെവിടെയാ? ഞാൻ തൊടുപുഴയാണ്. ഓ, ഞാൻ കണ്ണൂരാണ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് അദ്വൈത്. എൻ്റെ പേര് ശ്യാം. സാർ ഇവിടെ ബാംഗ്ലൂരായിട്ട് എത്ര കാലമായി? ഞാനൊരു നാല് കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. ഓ, ചേട്ടനോ? ഞാനൊരു 4 മാസമായിട്ടേ ഉള്ളൂ. കത്തിക്കുന്നോ? അയ്യോ, എനിക്ക് വേണ്ട സാറേ. ഞാൻ ഈ ജോലി തുടങ്ങി അന്നേ അടിയൻ്റെ കൂടെ തന്നെ ഇതെല്ലാം നിർത്തിയാണ്. എൻ്റെ വീട് പയ്യന്നൂരിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. അവിടെ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നവരെ പറ്റുന്നത്ര പൈസ ഉണ്ടാക്കണം. അതുവരെ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നിർത്തി. ചേട്ടൻ ഹാപ്പിയാണോ? അതെന്താ അങ്ങനെ വെച്ചേ? ഹാപ്പി അല്ലാണ്ടിരിക്കൊന്നുമില്ലല്ലോ. നമ്മളുടെ ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണെന്നല്ലേ ശരിക്കുള്ള ഹാപ്പിനെസ്. ഞാൻ ഹാപ്പിയാണ്. സാറ് ഹാപ്പിയാണോ? ചില പാട്ടുകളില്ലേ, നമ്മുടെയൊക്കെ മെമ്മറീസ് ഭയങ്കര കണക്റ്റഡ് ആയില്ലേ. ഇപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്കെൻ്റെ ഒരു കസിനെ ഓർമ്മ വരും. ഞങ്ങൾ 2 വർഷം മുമ്പ് ഒരു ട്രിപ്പൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം മുമ്പാണ് മരിച്ചത്. ഞങ്ങളത്ര ക്ലോസ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്തോ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അവനെ ഓർമ്മ വരും. ചില ആൾക്കാരുണ്ടല്ലോ, നമ്മളൊക്കെ എത്ര വിട്ടുപോയെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഭാഗമുണ്ടല്ലോ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടോ. സാറ് പറഞ്ഞ പകുതി എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ സാറേ, നമ്മളുടെ ഈ ചിരി ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എല്ലാം കൈവിട്ടു പോകും. ഒരു ചെറിയ ചിരി വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നറിയോ? കുറേ ആൾക്കാരെ സന്തോഷിപ്പിക്കാം, വേണമെങ്കിൽ കുറേ ആൾക്കാരെ പറ്റിക്കാം. രജിസ്ട്രിയിൽ എഴുതാൻ മടിയായതുകൊണ്ട് ആൾക്കാരെ കൊണ്ട് വണ്ടി പുറത്തു കൊണ്ടുപോയി പാർക്ക് ചെയ്യിപ്പിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കൂടെ ചെറിയ ചെറിയ സന്തോഷം പങ്കിടുമ്പോൾ, അതും അല്ലെങ്കിൽ നമ്മൾ കാരണം അവർ ഹാപ്പി ആകുമ്പോൾ, അതല്ലേ ശരിക്കുള്ള ഹാപ്പിനെസ്. അപ്പോഴല്ലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അതാണോ സാറിൻ്റെ? അപ്പോൾ സാർ ഹാപ്പി ആണോ?